ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം 3-ാമത്തെ അധ്യായം. സീതാ പരിത്യാഗം. വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിലുണ്ടു വച്ചിരിക്കുന്നു ബാലേ. എല്ലാമേ ഭുജിച്ചു നിൻ മാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ. രാമമാഹാത്മ്യം പറഞ്ഞിടണം എന്നോട് നീ. രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു. കാക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊള്ളുവിൻ. രാവണാദികളായ രാക്ഷസരെയും കൊന്നു ദേവകളാലും അഭിവന്ദ്യനാം രഘുനാഥൻ. പുഷ്പക വിമാനവും ഏറിച്ചെന്ന അയോധ്യയിൽ അത്ഭുത പരാക്രമൻ അഭിഷേകവും ചെയ്തു. കുംഭസംഭവൻ അരുൾ ചെയ്തൊരു നിശാചര സംഭവം കേട്ടു തെളിഞ്ഞവരെ അയച്ചുടൻ. മേദിനി പരിപാലിച്ചനുജന്മാരുമായേ മേദിനി സുതയോടു കൂടലീലകൾ പൂണ്ടു. വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം മനപ്രീതിയും പൂണ്ടു. രമ്യഹർമ്മ്യങ്ങളിലും രമിച്ചു വസിച്ചിതു ചില നാളതുകാലം. സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു. അക്കാലം ജാനകിക്കു ഗർഭവും ഉണ്ടായി വന്നു. പുഷ്കരനേത്രൻ താനും പ്രീതി പൂണ്ടരുളിനാൻ. പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി. പൗരന്മാരാനന്ദവും ധരിച്ചാരതുകാലം. അങ്ങനെ മരുവൊന്നാൾ ഏകദാ രഘുവരൻ അങ്കനാശിരോമണി തന്നോടു ചോദ്യം ചെയ്തു. വല്ലഭേ, നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ തവ. വല്ലതും അഭിരുചി ഉള്ളതു പറയണം. ഗർഭിണിമാർക്കു വാഞ്ചയുള്ളതു നൽകിയിടാഞ്ഞാൽ അർഭകന്മാർക്കോരോരോ കുറ്റങ്ങൾ ഉണ്ടായി വരും. ദുർലഭമെന്നാകിലും ഞാനതു നൽകിയിടുവൻ. ചൊല്ലു നീ മനോരഥം എന്നോടു മടിയാതെ. എന്നതു കേട്ടു സീതാദേവിയും ചൊല്ലിയിടിനാൾ. മുന്നം നാം വനവാസത്തിനു പോയതുകാലം ഓരോരോ മുനിപത്നിമാരുമായി ആശ്രമത്തിൽ സ്വൈരമായി വസിച്ചതിൽ കൗതുകമുണ്ടുപാരം. മുനിപത്നികളുമായി ഒരു നാൾ വാണിടുവാൻ മനസ്സി കൊതിയുണ്ടു മറ്റൊന്നിൽ എനിക്കേതും. ഇങ്ങനെ സീതാദേവി ചൊന്നതു കേട്ട നേരം അങ്കനാരത്നത്തോടു രാഘവനരുൾ ചെയ്തു. എങ്കിൽ ഞാൻ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ പങ്കജനേത്രേ പോവാനായി നിയോഗിക്കാമല്ലോ. എന്നതു കേട്ടു തെളിഞ്ഞിരുന്നു വൈദേഹിയും. മന്നവൻ ആസ്ഥാന സിംഹാസനേ മരുവിനാൻ. സീതാ പരിത്യാഗം. അന്നേരം വിജയനും മധുദത്തനും കൂടി വന്നിതു കാശ്യപനും പിംഗലൻ സുരാജിയും. മാഗധൻ കാലകനും ഭദ്രനും ഇവരെല്ലാം മാഗധന്മാരായതു സേവിപ്പാൻ നരേന്ദ്രനെ. വന്ദിച്ചു കൂപ്പിസ്തുതിച്ചിടിനാരവരെല്ലാം. നന്ദിച്ചു നരേന്ദ്രനും ചോദിച്ചാനവരോടു. നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തമെല്ലാം. എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതു മഹാജനം. എന്നതു കേട്ടു തൊഴുതണർത്തിച്ചിതു ഭദ്രൻ. മന്നവ മഹാജനവാദങ്ങൾ ചൊല്ലിയിടുവൻ. വാരിധി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു ഘോരണാം ദശാസ്യനെ രാക്ഷസപ്പടയോടും നിഗ്രഹിച്ചിരേഴു ലോകങ്ങളും. ധർമ്മത്തോടെ വ്യഗ്രം തീർത്താരീവണ്ണം രക്ഷിക്കുന്നതു പാർത്താൽ. പണ്ടുണ്ടായി വന്നീലാരും ഈ വണ്ണം നരേന്ദ്രന്മാർ. ഉണ്ടായി വന്നിടുകയും ഇല്ലിനി മേലിലേവം. എന്നെല്ലാം ഓരോ വിധം നിന്തിരുവടി തന്നെ വർണ്ണിച്ചു പറയുന്നു നാനാലോകരുമെല്ലാം. എന്നതു കേട്ടു രാമചന്ദ്രനും അരുൾ ചെയ്തു. നന്നു നന്നിത്തം വർണ്ണിക്കുന്നതു മതിമതി. രാജസന്നിധിയിങ്കൽ ദോഷങ്ങൾ മറച്ചോരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും. അങ്ങനെ ലോകസ്വഭാവം പുനരെന്നാലതു മംഗലമല്ല സത്യം ചൊല്ലുന്നതത്രേ നല്ലു. പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേയുള്ളൂ. ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ. ചൊല്ലു നീ ദോഷമായിട്ടുള്ളതും ഇനിയൊന്നു. ചൊല്ലിയ നൃപനോടു ഭദ്രനും നുര ചെയ്താൻ. അച്യുതനോടു സമനായ രാഘവൻ പുനരിച്ചെയ്ത കർമ്മമെന്തു മറ്റുള്ളോർക്കറിയാവോ.
ന്യായമില്ലാതെ ദശകണ്ഠനാം നിശാചരൻ മായയും ഏറ്റമുള്ളോൻ കട്ടുകൊണ്ടങ്ങുപോയി. ലങ്കയിൽ പലകാലം വെച്ചിരുന്നവൾ തന്നെ ശങ്ക കൂടാതെ പരിഗ്രഹിച്ചതെന്തു രാമൻ. രാജാവു കൽപ്പിച്ചതു കാര്യമെന്നൊഴിഞ്ഞു മറ്റാചാരമെന്തു പറയുന്നതു പൗരജനം എന്നെല്ലാം ചിലർ പറയുന്നതു കേൾപ്പാനുണ്ടു. മന്നവ മറ്റൊന്നില്ല ദോഷമായിട്ടു ചൊൽവാൻ. രാഘവനതു കേട്ടു വിജയാദികൾ തമ്മെ വേഗേന സമ്മാനിച്ചു യാത്രയും വഴങ്ങിനാൻ. സന്തോഷമോടും അവർ പോയതു നേരമുള്ളിൽ ചിന്ത പൂണ്ടുറക്കറ പുക്കിതു രഘുനാഥൻ. പ്രത്യുഷസ്സിനു പുനരുത്ഥാനം ചെയ്തു രാമഭദ്രനും നിയമങ്ങൾ കഴിഞ്ഞോരനന്തരം ആദരപൂർവം പ്രീതിഹാരികളോടു ചൊന്നാൻ, സോദരന്മാരെ വരുത്തിയിടുവിൻ വിരയെപ്പോയി. ദാസ്തന്മാരതു കേട്ടു വേഗേന ചെന്നു തൊഴുദാസ്തയാ ചൊല്ലിയിടിനാർ അരുൾ ചെയ്തവയെല്ലാം. സത്വരം പുറപ്പെട്ടാരവരും എന്തെന്നൊരു ചിത്തചാഞ്ചല്യത്തോടു വന്നടി വണങ്ങിനാർ. രാഘവൻ പ്രാതാക്കളെ ഗാഠമാശ്ലേഷം ചെയ്തു രാഗഭാരേണ പിടിച്ചിരുത്തി അരുൾ ചെയ്തു. പ്രാണനായതു നിങ്ങളെനിക്കു ബാലന്മാരെ, പ്രാണൻ പോയിടും മമ നിങ്ങളെ പിരിയുമ്പോൾ. നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യഭാരത്തെ എല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാൻ എന്നതറിഞ്ഞാലും. മേദിനി തന്നിൽ ദശരഥനു തനയനാജാതനായ ധർമ്മ പരിപാലനം ചെയ്തുവാണേൻ. സൂര്യവംശത്തിനൊരു കളങ്കമുണ്ടാകാതെ ആര്യന്മാരാലും സംപൂജിതനായിത്ര നാളും. ഇന്നിപ്പോൾ അപവാദം മുറ്റിവന്നിരിക്കുന്നു എന്നതു നിങ്ങളോടു ചൊല്ലുവാൻ ചൊല്ലിവിട്ടേൻ. ഓരാണ്ടു ലങ്ക തന്നിൽ ഇരുന്ന സീത തന്നെ ഒരാതെ കൈക്കൊണ്ടതു നന്നല്ല രഘുവരൻ. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം. നിങ്ങളതേതും ധരിച്ചില്ലല്ലോ ബാലന്മാരെ. ഞാനതേനുപായവും കണ്ടിട്ടുണ്ടിപ്പോളതു മനസ്സേ ധരിച്ചാലും ചൊല്ലുവനതു കേൾപ്പിൻ. ഗർഭിണികൾക്കു രുചിയുണ്ടാം ഓരോ നീലതും. ഇപ്പോഴെന്തോ നിലാശ നിനക്കെന്നവളോടു ചോദിച്ചേൻ ഇന്നലെ ഞാൻ. അന്നേരം അവൾ ചൊന്നാൾ, ചേതസീ കൊതി എനിക്കൊന്നിലുണ്ടറിഞ്ഞാലും. താപസാശ്രമങ്ങളിൽ ഒരു നാൾ മുന്നെപ്പോലെ താപസീ ജനത്തോടും കൂടി വാഴുവാനെന്നു. എങ്കിലോ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ സങ്കടം കൂടാതെ അയക്കാം എന്നു ഞാനും പറഞ്ഞേൻ. അതിന്നിനി സൗമിത്രേ വൈകിടാതെ പറഞ്ഞ വണ്ണം തന്നെ കൊണ്ടുപോകുകയും വേണം. തേർമേലി കരയേറ്റി സുമന്ത്രരോടും കൂടെ വാൽമീകി മുനിപ്രവരാശ്രമോപാന്തത്തിങ്കൽ വൻകാട്ടിൽ കൊണ്ടെക്കളഞ്ഞിങ്ങു നീ പോന്നിടുക. ശങ്കിക്ക വേണ്ട നീ ഞാൻ ചൊന്നതു കേൾക്കേ വേണ്ടു. ഇന്നിനി മറുത്തി നിന്നെന്നോടു ചൊല്ലുന്നവൻ എന്നുടെ ശത്രുക്കളാകുന്നതെന്നതു നൂനം. ജാനകിതാനും ഞാനും സൗമിത്രേ നീയും കൂടി കാനനേ തപസ്സു ചെയ്തിരുന്നീടിന കാലം. മാനിനെ പിടിപ്പാനായി ഞാൻ പോയ നേരം നീയും ജാനകി വാക്കുകേട്ടു വേറിട്ടോരവസരം. കണ്ടു രാവണൻ ഒരു ഭിക്ഷുവേഷത്താൽ കട്ടുകൊണ്ടുപോയി ലങ്കാപുരം തന്നിൽ വെച്ചൊരു ശേഷം. സുഗ്രീവൻ തന്നെ കണ്ടു സഖ്യം ചെയ്തവനോടും നിഗ്രഹിച്ചിതു ബാലിയാകിയ കവീന്ദ്രനെ. മാരുതി മൈഥിലിയെ കണ്ടുവന്നൊരു ശേഷം വാരിധി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു. രാവണൻ തന്നെ പടയോടു നിഗ്രഹിച്ചു നാം രാവണ സഹജനെ വാഴിച്ചു ലങ്ക തന്നിൽ. മേദിനി സുതയെ കൊണ്ടഗ്നിപ്രവേശം ചെയ്യിച്ചാതികൈ കൊണ്ടു നിൽക്കും നേരത്തു വന്യദേവൻ ജാനകി തന്നെ കൊണ്ടെന്നെന്നുടെ കയ്യിൽ നൽകി. മാനിനിക്കൊരു ദോഷലേശമില്ലെന്നു ചൊന്നാൻ. ദേവേന്ദ്രാദികളായ ദേവകൾ മുനികളും ദേവദേവേശൻ മഹാദേവനും വിരിഞ്ചനും യോഷമാർമണിയായ ജാനകി ദേവിക്കൊരു ദോഷമില്ലെന്നു ചൊന്നതൊക്കെ നീ കേട്ടായല്ലോ. ഞാനതുമൂലം പരിഗ്രഹിച്ചു വിശ്വാസേന ജാനകി തന്നെയതു കാരണമായിട്ടിപ്പോൾ. ദുഷ്കീർത്തി പരന്നിതു നാട്ടിലെല്ലാമേ മമ ദുഷ്കീർത്തി കളവാനായി കളയാം നിങ്ങളെയും.
മാതാക്കന്മാരാകിലും രാജ്യമെന്നാകിലും ഞാൻ ഏതുമേ മടിയാതെ കളവൻ പഴി തീർപ്പാൻ. ജാനവീതീരെ മഹാകാനനെ മടിയാതെ ജാനകി തന്നെ കൊണ്ട് കളഞ്ഞു പോന്നീടു നീ. അല്ലലാമിതു വിചാരിച്ചു ചെയ്യണമേറ്റം വല്ലാതൊന്നിതു പുനരെന്നൊരുവൻ ചൊല്ലുകിൽ എന്നുടെ വൈരിയവൻ ആകുന്നതിതുമൂലം കിന്നനാ കൊല്ലാ നിയോഗം മമ കേൾക്കേ വേണ്ടു. ആറൊഴുകിയിടും വണ്ണം കണ്ണുനീരുടനുടൻ മാറാതെ ഒഴുകിപ്പോയി തന്നെ മണിയറ തന്നിൽ പൂക്കടച്ചുടൻ പര്യങ്കം അതു തന്മേൽ ചെന്നുടൻ കിടന്നിതു മന്നവൻ ശോകത്തോടെ. രാത്രിയും കഴിഞ്ഞിതു ലക്ഷ്മണൻ തൊഴുതുടൻ ധാത്രി നന്ദിനിയോടു മെല്ലവേ ചൊല്ലിയിടിനാൻ. കാനനഭൂമി തന്നിൽ താപസികളെ കാൺമാൻ ജാനകി പോകതേർമേലേറുക വൈകിയിടാതെ. തേരൊരുമിച്ചു കൊണ്ടുവന്നിതു സുമന്ത്രരും പോരികെന്നതു കേട്ടു ജാനകി സന്തോഷിച്ചാൾ. ഇന്നലെ മമ ഭർത്ത ചൊന്നതിനേതും നീക്കം വന്നീലെന്നോർത്തു കൗതൂഹലവും പൂണ്ടാളേറ്റം. പട്ടുകൾ വസ്ത്രാഭരണങ്ങൾ നല്ലവ മറ്റും ഇഷ്ടമമ്മാറു മധുരദ്രവ്യമായിട്ടേറ്റം ഭക്ഷണ സാധനങ്ങൾ എന്നിവ പലതരം ശിക്ഷയിൽ സംഭരിച്ചു സുഗന്ധദ്രവ്യങ്ങളും. ചന്ദനാദികൾ മുനിപത്നികൾക്ക് ആനന്ദമായി വന്ദിച്ചാൽ ദാനം ചെയ്യുവാനെടുത്തു വൈദേഹിയും. യാത്രയോ മയപ്പിച്ചു തേരതിൽ കരയേറ്റി ആസ്തയാ സൗമിത്രിയും തേരതിൽ കരേറിനാൻ. മന്ദമന്ദം തേർ നടത്തിയിടിനാൻ സുമന്ത്രരും സുന്ദരി അതു നേരം ലക്ഷ്മണനോടു ചൊന്നാൾ. നന്നല്ല ശകുനങ്ങൾ എന്തു കാരണം ചൊല്ലിയിടെന്നുടെ ഭർത്താവിനും മനുജന്മാരായിടും. നിങ്ങൾക്കും സുഖമല്ലി നിമിത്തം കണ്ടതിപ്പോൾ മംഗലമല്ല മൂലമെന്തിതീനെന്നു ചൊല്ലി. ചൊല്ലുവാനില്ല വിശേഷിച്ചൊരാപത്തു ഭദ്രേ നല്ലതു വന്നുകൂടും ഇല്ല സംശയമേതും. ധീരത കൊണ്ടു പരിതാപത്തെ മറച്ചുടൻ താരുമാനിനി തന്നോടിങ്ങനെ പറഞ്ഞുടൻ. ഗൗതമീ തീരെ ചെന്നാൽ അസ്തമിച്ചിടുന്നേരം യാമിനി കഴിഞ്ഞർക്കൻ ഉദിച്ചോരനന്തരം തേരതിലേറിച്ചെന്നു ഗംഗാതീരവും പൂക്കാർ വാരിയേലിറങ്ങി സന്ധ്യാനുഷ്ഠാനവും ചെയ്താർ. അമിത്രാന്തകനായ സുമിത്രാതനയനും അമർത്യ നദിയെയും കടത്തി വേഗത്തോടെ വാവിട്ടു കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി ദേവിയും മുര ചെയ്താൾ. എന്തിതു കുമാരാജുൽ എന്തിനു കരയുന്നു സന്താപമുണ്ടായതും എന്തെന്നു പരമാർത്ഥം ചൊല്ലു നീ മടിയാതെ. അഗ്രജൻ തന്നെ പിരിഞ്ഞിരുന്നിട്ടില്ലയല്ലേ വിഗ്രഹിച്ചു കരയുന്നു മുറ്റും ബാലകനാം നീ. 2 വാസരം പൊറുപ്പാനില്ല ശക്തിയൊട്ടും പണ്ടു നീ പിരിഞ്ഞറിയുന്നതുമില്ലയല്ലോ. എന്നെ നീ നിരൂപിക്ക മുന്നം ഞാൻ ഒരാണ്ടേക്കും എന്നുടെ ഭർത്താവിനെ പിരിഞ്ഞു വാണേനല്ലോ. എന്നിനി മുനിപത്നിമാരെയും കണ്ടു നാളെ ചെന്നു നിൻ പൂർവജനെ കാണാമെന്നറിഞ്ഞാലും. എന്നിവ കേൾക്കുന്തോറും തന്നുള്ളിൽ അടങ്ങാതെ വന്ന ദുഃഖത്താലവൻ വാവിട്ടു മുറയിട്ടാൻ. തന്നോടു സനൽകുമാരൻ മുനി അരുൾ ചെയ്തതൊന്നൊന്നേ നിരൂപിച്ചു നിന്നിതു സുമന്ത്രരും. പിന്നെയും കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി തന്നൊങ്കി വിഷണ്ണയായി എന്തതെന്നറിയാഞ്ഞു. പിന്നെയും ചോദിച്ചതു സൗമിത്രി തന്നോടപ്പോൾ എന്നേ കഷ്ടമേ നീ എന്തിങ്ങനെ ഖേദിക്കുന്നു. മുന്നം ഞാൻ ഇത്ര ദുഃഖം ഉണ്ടായിട്ടൊരു നാളും നിന്നെ കണ്ടിട്ടില്ലേറ്റം ധൈര്യമുണ്ടല്ലോ തവ. ദുഃഖത്തിൻ മൂലമെല്ലാം എന്നോടു ചൊല്ലിയിടണം കൈക്കൊള്ളുക ധൈര്യം ഭവാൻ അജ്ഞാനിയല്ലയല്ലോ. ചൊല്ലെന്നു സീതാ നിർബന്ധം കേട്ട നേരം ചൊല്ലിനാൻ സൗമിത്രിയും കേൾക്കത വർണ്ണങ്ങളാൽ. ചൊല്ലിയാൾ കേൾപ്പാൻ രഘുനാഥനു പലരുണ്ടു കല്യന്മാരായിട്ടവർ പലരും ഇരിക്കവേ. എന്നോടായിതു നിയോഗിച്ചതു രാമചന്ദ്രൻ മുന്നം ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ തൻ ബലത്തിനാൽ. എന്നോളം പാപം ചെയ്തിട്ടാരുമില്ലൊരിടത്തും പുണ്യമില്ലാത്ത പുരുഷാധവനായേനല്ലോ. വന്നിയിൽ ചാടിയിടണം എന്നു ചൊല്ലുകിലേതും ദണ്ഡമില്ലെനിക്കതിൽ പരമെന്നിതു പാർത്താൾ.
കാളകൂടത്തെ കുടിക്കണമെന്നരുൾ ചെയ്കിൽ കാലം വൈകാതെ കുടിക്കാമതിനെളുതല്ലോ. ആർക്കുമോർത്തോളം അരുതാത ദുഷ്കർമ്മം ചെയ്യുവാൻ ആഖ്യാനം ചെയ്താനല്ലോ രാഘവൻ തിരുവടി. പണ്ടു ഞാൻ ചെയ്ത പാപം എന്തെൻ്റെ ഭഗവാനെ, കണ്ടീലൻ പ്രാണത്യാഗം ചെയ്യുവാനും ഉപായങ്ങൾ. ഇങ്ങനെ പറയുകയും വീഴുകയും കരകയും തിങ്ങിന ദുഃഖം പൂണ്ട ലക്ഷ്മണൻ തന്നെ കണ്ടു. വൈദേഹി വിഷണ്ണയായെന്തിതെന്നറിയാഞ്ഞു കേതേന ബാഷ്പം വാർത്തു ലക്ഷ്മണനോടു ചൊന്നാൾ. ഭർതൃശാസനം മമ സൗമിത്രേ വൈകിടാതെ സത്യമെന്നോടു പറഞ്ഞിടണം മടിയാതെ. നിന്തിരുവടി തന്നോടെന്തു ഞാൻ പറവതുവെന്തുരുകുന്നു മാനസം അയ്യോ പാപം. എന്തോന്നു ചൊല്ലുവതു പാർത്തു കണ്ടോളമുള്ളിൽ സന്താപം മേൽക്കുമേലെ സന്തതം വളരുന്നു. ചെന്തിയിൽ ചാടുകയോ കാഗോളം കുടിക്കയോ എന്തോന്നു ചെയ്യുക നല്ലോ ശോകത്തെ അടക്കുവാൻ. ഇത്തരം പറഞ്ഞു കേഴുന്ന ലക്ഷ്മണൻ തന്നോ ഉൽത്താപമോടു ഭൂമി പുത്രിയും മുര ചെയ്താൾ. വല്ലഭൻ നിയോഗിച്ച കർമ്മം നീ എന്നോടിപ്പോൾ വല്ലതും പറഞ്ഞാലും ഏതുമേ ശങ്കിക്കേണ്ട. വല്ലായ്മ നിനക്കേതും ഉണ്ടാകയില്ല എന്നാൾ. ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. ചൊല്ലുവാൻ തോന്നാ തവ മുമ്പിൽ നിന്നെനിക്കിപ്പോൾ ചൊല്ലാമെങ്കിലും തവ വല്ലഭൻ നിയോഗത്തെ. ചൊല്ലുന്നു പുരവാസി ജനങ്ങളെല്ലാം തമ്മിൽ വല്ലായ്മയത്രേ സീതാദേവിയെ കൈക്കൊണ്ടതും. രാവണൻ കൊണ്ടുപോയി ലങ്കയിൽ വച്ചുകൊണ്ട ദേവിയെ പരിഗ്രഹിച്ചിടുവാൻ ന്യായമില്ല എന്നുള്ളൊരപവാദം നിറഞ്ഞു പുരത്തിങ്കൾ. മന്നവൻ അതുമൂലം എന്നോടു നിയോഗിച്ചാൻ. കാനനത്തിങ്കൾ മുനിശ്രേഷ്ഠന്മാരാശ്രമത്തിൽ ജാനകി തന്നെ കൊണ്ടേയാക്കി നീ പോന്നിടുക. ഭർത്താവിനോടും പിന്നെ മറ്റുള്ള ഞങ്ങളോടും ഉൾത്താരിലേതും കോപം കൂടാതെ വസിച്ചാലും നിന്തിരുവടി ശപിച്ചിടുകിൽ ദഹിച്ചു പോം. അന്തരമേതുമില്ല ലോകങ്ങൾ 14. ഇത്ര പാതിവൃത്യത്തിൻ നിഷ്ഠയുള്ള അങ്കനമാർ ത്രിഭുവനത്തിങ്കൾ ഇല്ല മറ്റാരുമോർത്താൾ. വന്യദേവനും മഹാദേവനും വിരിഞ്ചനും അന്യന്മാരായ ദേവേന്ദ്രാദിയാം ദേവന്മാരും ധന്യന്മാരായ മുനീന്ദ്രന്മാരും പറഞ്ഞ വാക്കൊന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു ഭദ്രേ. താപവും കളഞ്ഞിനി താപസാശ്രമത്തിങ്കൾ താപസീ ജനത്തോടു കൂടി വാഴുക നാഥേ. താപവും കളഞ്ഞിനി താപസാശ്രമത്തിങ്കൾ താപസീ ജനത്തോടു കൂടി വാഴുക നാഥേ. ഇനി സീതാവിലാപം എന്ന ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.